ഹലോ സർ, സമയായി സർ. ചാവാനാ? അല്ല സർ, ഹലോ നമസ്തേക്ക് ഇനി 3 മിനിറ്റേ ഉള്ളൂ. എന്ത് ചെയ്യും? ഇന്നത്തേക്ക് ഏതെങ്കിലും ട്രെയിനീസിനെ കയറ്റാൻ പറ്റുമോ? ട്രെയിനീസിനെയോ? ഈ പ്രോഗ്രാമോ? സാറേ, ആ പിള്ളേരൊക്കെ ആക്കി ടെൻഷനില്ല. 2 മിനിറ്റും കൂടി ഉള്ളൂ. എനിക്ക് ഉറപ്പായിരുന്നു സാറിന്റെ പോക്ക് കണ്ടിട്ട് സാറിന് പ്രാന്ത് പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം സാർ. കൊല്ലരുത് സാർ, ഭ്രാന്തായിന്നാ തോന്നണ. സാർ കൂട്ടരുത്, ഞാൻ ഇതുവഴി പോയിക്കോളാം പ്ലീസ്. ചെറിയ സാർ, ഞാൻ പോട്ടെ. എങ്ങോട്ട്? ഇതെന്താ? വെൽക്കം ടു ഹലോ നമസ്തേ. ഇന്ന് നിങ്ങൾക്കൊപ്പം ഉള്ളത് 2 സർപ്രൈസ് ആർജേഴ്സ് ആണ്, ജയ് ആൻഡ് അബു. അബു? ഞാൻ ജയ്. എന്നോടൊപ്പം ആരാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണ്? അബു. അബു. അപ്പൊ നമ്മൾ തകർക്കല്ലേ? എന്തിനാ തകർക്കണത്? തകർക്കല്ല, പൊളിക്കല്ലേ? പൊളിക്കല്ലേ? പൊളിക്കെന്തിനാന്ന്? പൊളിക്കാം, നമുക്ക് ഇടിവെട്ടാക്കാന്ന്. എനിക്ക് പേടിയാണ് സാർ. ഈ അബുവിന്റെ കാര്യം എങ്ങനെയാണ്? എന്ത് പറഞ്ഞാലും പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ അബു, ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ധൈര്യമാണ്. ധൈര്യം. ഈ ധൈര്യം വെച്ചുകൊണ്ട് നമ്മൾ റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന ട്രെയിൻ വന്നാൽ ചത്തോയില്ലേ? പോവില്ലേ? ഈ അബുവിന്റെ ഒരു കാര്യം. ഇനി ഹലോ നമസ്തേയിൽ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഇവിടെ മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം നടക്കുക. അവിടെ തമാശ കളിക്കണം. ഇനി പേടിയാണ് ടെൻഷനാണെന്ന് പറഞ്ഞോണ്ടല്ലോ. നിനക്ക് തോന്നുന്നു പറഞ്ഞാൽ മതി. എടാ, വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. നിനക്ക് സാലറി കൂട്ടി വേണം. എനിക്കുള്ള സാലറി ഇപ്പൊ തന്നാ മതി. വേഗം ഇരുന്നോ. ഇന്ന് തന്നെ ഒരു സാലറി തരും. തരുമോ? ഓക്കെ, പറ്റിക്കരുതട്ടാ. പാട്ട് തരാൻ പോകുന്നു. വെൽക്കം ബാക്ക് ടു ഹലോ നമസ്തേ. നമസ്തേ. ഹലോ, ഞാൻ അബു. കുറച്ച് നേരമായിട്ട് ചെയ്യുമ്പച്ചാ നിങ്ങൾ വെറുപ്പിച്ചോണ്ടിരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടങ്ങാന്നൊരു അഭിപ്രായം ആദ്യം പറഞ്ഞത് ഞാനാണ് ജയ്മച്ചാനോട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് അല്ലേ, ഒന്നും പറയാൻ കിട്ടണില്ല. ഇവിടെ ഞാൻ ആദ്യം ചായയിട്ട് അല്ല ഇന്റർവ്യൂവിന് വരാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയാടാ പറഞ്ഞത്? എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. സാർ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, സ്പോൺസറാ. പരിപാടി കുഴപ്പമില്ലെന്ന്. നമുക്കിതങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? നാട്ടുകാരെന്ത് ചെയ്യപ്പോ? അവരിത് ഇതാക്കുന്നാണ് വിചാരം. സാറേ, എത്രയും പെട്ടെന്ന് 2 പേരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടാ. അല്ലെങ്കിൽ ഇത് മൊത്തം ചൊലാവും, ഉറപ്പാണ്. നമ്മളങ്ങോട്ട് പറയുന്നത് മാത്രമല്ല, അവര് പറയുന്നത് എറിയും ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും കേട്ടാ. സഖാക്കളെ, പാർട്ടി സമരങ്ങളൊന്നും ഏറ്റെടുക്കില്ല നാട്ടുകാരുടെ ഇടയിൽ ഒരു പരാതിയുണ്ട്. ഹലോ, ഞാനിപ്പോ ഇത് ആരോടാ പറയുന്നേ? ഇതന്നെ 24 മണിക്കൂർ ഇതിന്റെ മോൾ ഇങ്ങനെ വരച്ചെടുക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യാം, പാർട്ടി തീരുമാനങ്ങളൊക്കെ വാട്സാപ്പിലിടാം. എന്തേ? ഇതാര് മാധവനോ? എന്തൊക്കെയാണ് സാറല്ലേ? ഇതിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് മാധവൻ. നമ്മളെ മഹാരാജശ്രീ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി 2 കൊല്ലം. പിന്നെ പരിപാടിക്കും കേക്കല്ലേ. ഹലോ നമസ്തേ, ഗംഭീരാവുണ്ട്. എന്തേ ഇവിടെ? അപ്പം പ്ലാവാണ് പ്രശ്നം. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കില്ല. കയ്യും കാലും വെട്ടിക്കാണുമ്പോ ഇന്ന് തന്നെ വെട്ടാണ്ടോ പറയും. ഒരു കയ്യും കാലും വെട്ടണ്ട. എന്റെ പ്രശ്നം പ്ലാവാണ്. ഞാൻ കുറെ നാൾ നടന്നാണ് പാർട്ടി എന്നെ സഹായിക്കണം. എന്നായി ഒന്ന് കേട്ടോ, പാർട്ടി ഇടപെട്ട് കഴിഞ്ഞ് ഏറ്റെടുത്ത പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ തോൽക്കുണ്ടെന്ന് ചെറിയൊരു ആരോപണം ഉണ്ട് പുറത്ത്. അത് ശരിയാണ്. എന്നാ കേട്ടോ, കൊമ്പല്ല പ്ലാവെന്ന് വെട്ടിക്കാളെ നമുക്ക്. പിന്നെ സംസ്ഥാന സമ്മേളനമൊക്കെയാണ് വരുന്നത്. നമുക്ക് ചെറിയൊരു സംഭാവന വേണ്ടി വരും. ഒരു 1000 രൂപ ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. അതിന്റെ കൂടുതൽ പൂജ കൂടി കൂട്ടിക്കോ. 10,000 രൂപ? അല്ല, അത് അഡ്വാൻസ്. പിന്നെ പ്ലാവ് മുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കി റെഡിയാക്ക. ധൈര്യമായിട്ട് നിന്നോ, പാർട്ടിയല്ലേ പറയുന്നത്. അത്
ബാക്കി ഞാൻ ഓഫീസിലെത്തിക്കാം. ഫീസ് എത്രയായാലും സാരമില്ല, ഇതിന്റെ ഒരു കൊമ്പ് പോലും അവര് മുറിക്കാൻ പാടില്ല. ആ ഇങ്ങനെ ജില്ലെന്ന് നിൽക്കുന്ന കക്ഷികളെ എനിക്കും ഇഷ്ടം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. അതെ, നമുക്ക് കുറച്ച് പൈസ ടോമിച്ചായനോട് ചോദിച്ചാലോ? ശേ, നീ എന്തായി പറയുന്നത്? ഭയങ്കര നാണക്കേട്. ഓക്കെ, പിന്നെ ഈവനിങ് ഷിഫ്റ്റിൽ ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാവേ. ഒരു സെക്കൻഡ്, ബൈ. സഖാവേ, ആ ഇവിടെയാണോ വീട്? 2 ആഴ്ചയായിട്ട് ഇവിടെ ചർച്ചയ്ക്കൊന്നും വിളിക്കില്ല കേട്ടോ. വിളിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണ്ടേ? ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓഹോ, ആ എന്താ ഇവിടെ ഇവിടെ ഒരു ഇഷ്യൂ തീർക്കാനുണ്ട്. രമേശാ, ഇഷ്യൂ? ഇവിടെ ഇതാണല്ലോ ഇപ്പം ഇവിടെ സാധനം. ഇതിനിപ്പോ എത്ര കൊല്ലത്ത് മുപ്പുണ്ടാവും? അതാണ് ഇപ്പൊ പ്രശ്നം. അതല്ല, അവനെന്താ അവിടെ പോയി സംസാരിക്കുക? അല്ല, എന്താ പ്രശ്നം? നിങ്ങൾ കോളനിക്കാർ വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ. ഇനി ഞങ്ങളും ശ്രമിച്ചോട്ടെ, ഇത് മുറിക്കാൻ പറ്റുമെന്ന്. ചെല്ല് കഥ പറയാം. ഞാനേറ്റ് അവൻ മൊടാണിക്ക്, നീ മൈൻഡ് ചെയ്യണ്ട. എന്റെ സ്വഭാവം അറിയില്ല. നിറയെ ചക്കയുണ്ടല്ലോ. ആ രാഹുൽ, ഞാൻ താമസിക്കുന്ന വില്ലിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു യൂണിറ്റ് അയക്കണം. എന്നിട്ട് ന്യൂസും അപ്പ് ചെയ്തു. യുവ ആർജയുടെ വീട് CKM വളയുന്നു. ആ CKM ജില്ലാ കമ്മിറ്റിന്ന് സെക്രട്ടറിയാണ് രമേശൻ. കേട്ടുണ്ടാവും. തനിക്കെന്താ കാര്യം? ആ മുറ്റത്തിക്കിനെ പ്ലാവൊന്ന് മുറിക്കണം. പറ്റിയെങ്കിൽ ഇന്ന് തന്നെ ആയിക്കോട്ടെ. പാർട്ടിയോട് കളിക്കണ സൂക്ഷിച്ചു വേണം. പാർട്ടിയല്ല, പട്ടാളം വേണമെങ്കിൽ വന്നോട്ടെ, ഞങ്ങൾ ആ മരം മുറിക്കുന്നില്ല. ഇത് പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞ പ്രശ്നമാണ്. ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. സുഹൃത്തെ, മര്യാദ എന്റെ ഭാഷയിൽ എന്നോട് ഇത്ര നേരം ഞാൻ സംസാരിച്ചേ. താൻ നീ മറ്റേ ഭാഷയിൽ പറഞ്ഞു നോക്കി. ജെറി, പോലീസിനെ വിളിക്ക്. കൊച്ചിയിൽ യുവ ആർജയുടെ വീട് CKM വളയുന്നു. സഖാവേ, ന്യൂസായി. ഇപ്പൊ ഞങ്ങൾ പോണ്. കൊറേ വെട്ടിമുറിച്ച് പാരമ്പര്യമുള്ള ആ പാർട്ടിക്ക് ഈ പ്ലാവ് ഞങ്ങൾക്കൊരു വിഷയമല്ല. പാടോ അല്ല. പിന്നെ ഈ പ്ലാവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ വാർത്തകൾക്കൊക്കെ നല്ല ദാരിദ്ര്യ അല്ല മാഡം? അവര് വരുന്നു. ആ വാ. ഒരു രാഷ്ട്രീയ പാർട്ടി സമൂഹം അംഗീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സ്വകാര്യ ജീവിതം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതും കേവലം ഒരു പ്ലാവിന്റെ പേരിൽ. ഇത് ശരിയാണോ? പ്ലാവോ? ഏത് പ്ലാവ്? ഇത് പ്ലാവാ? ഞാൻ അതിപ്പോഴാ കാണുന്നേ. പ്ലാവിന്റെ കാര്യം സംസാരിക്കാനല്ല ഞാൻ വന്ന്. ഈ 2 വില്ലകൾ നിൽക്കുന്ന പുറമ്പോക്ക് ഭൂമിയില്ല, അതിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ ഇവിടെ വന്ന്. കയ്യേറ്റ ഭൂമിയോ? സഖാക്കളെ, ഭൂമാഫിയയുടെ ഇരകളാണ് ഈ 2 ആർജകളും. ഇവനെന്തായി പറയണ? ഇതിനു വേണ്ടിയുള്ള എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. എന്റെ അടുത്താ? എല്ലാ തെളിവും ഈ പെൺഡ്രൈവിന്റെ അകത്തുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അത് കോടതിയിൽ ഹാജരാക്കും. സത്യം ന്യൂസ് പുറത്തുവിടുന്നു. നഗരത്തിൽ വീണ്ടും ഭൂമാഫിയുടെ കയ്യേറ്റം. CKM കയ്യേറ്റ വിരുദ്ധ സമരത്തിലേക്ക്. അല്ല സഖാവേ, നമ്മള് തിരിച്ചു പോവുകയാണോ? അപ്പൊ പ്ലാവ് എടോ, പ്രത്യയശാസ്ത്രപരമായ പിന്മാറ്റം ചില യുദ്ധത്തിന് അനിവാര്യമാണ്. എത്ര അനുഭവം ഇവന്, എന്നാലും ചോദിക്കില്ല. എന്താണ് നീ രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് വന്നത്? കണ്ടില്ലേ? വേറെ ആരോട് വിളിച്ചോണ്ട് പോടാ. ആരെങ്കിലും അല്ലടാ, ഞാനാണ് ഇറങ്ങാൻ പോകുന്നത്. എന്നാ നീ പോടാ. പന്നെ ജെറി, അയ്യോ, ജെറി, നീ ഇവിടെ നിക്കണ്ട, പോയി എടുക്ക. ഓക്കെ,
ആ എക്സ്റേ ഓക്കെയാണ്. ECG, സ്കാനിങ്, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ് ഡോക്ടർ കുഴപ്പം? ഇത്രയൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ബില്ല് സെറ്റിൽ ചെയ്തല്ലോ അല്ലേ? എന്തായാലും ഇന്ന് തന്നെ വീട്ടിൽ പോവാം. അയ്യോ അത് പറ്റില്ല, ഒരു ദിവസം കൂടി കിടക്കണം. ഇത് ക്രിമിനൽ കേസാ, എന്നാലേ കേസിന് ബലം കിട്ടൂ. വേണം വേണം. എന്തായാലും ഇനി ഇത് വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾക്ക് ഞാൻ 3 കൊല്ലം വാങ്ങിക്കൊടുക്കും. വെറുതെ നിന്ന ആളിനെ അവര് അറിയാം. പിന്നെ സ്റ്റേഷനിൽ കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. റൈറ്റർ നമ്മുടെ ആളാ. തൽക്കാലം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഇങ്ങ് തന്നാ മതി. ഒക്കെ ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ചർച്ച കമ്മിറ്റി കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ പ്ലാവിന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോവാ. അല്ല, ഇത് നിങ്ങളിടപെടേണ്ട കാര്യമില്ല, ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം. ജെറി ഒന്നും പറയണ്ട. ഈ സമയത്ത് നമുക്കൊരു ഹെൽപ്പ് അത്യാവശ്യം. അവര് പാർട്ടിക്കാരെയും കൊണ്ടല്ലേ വന്നേ. അവർക്ക് പാർട്ടിയെങ്കിൽ നമുക്ക് പള്ളി. നഗരത്തിൽ ഭൂമാഫിയ വീണ്ടും പിടിമുറുക്കുന്നു. PMP നഗറിലെ പ്രമുഖ ബിൽഡേഴ്സിന്റെ വില്ലകളിൽ ചിലത് കയ്യേറ്റ ഭൂമിയിലെന്ന ഗുരുതര ആരോപണവുമായി CKM എറണാകുളം ജില്ലാ കമ്മിറ്റി. ഇന്ന് പട്ടാപ്പകൽ യുവ RGമാർ വില്ലയിൽ വെച്ച് ഏറ്റുമുട്ടിയത് കയ്യേറ്റ ഭൂമിയിൽ പണിത വില്ലയുടെ അവകാശത്തെ ചൊല്ലിയെന്ന് CKM. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി സ്വന്തം വീട് അവതാളത്തിലായപ്പോൾ സമാധാനമായല്ലോ, അനുഭവിച്ചു. അൻവർ, അനധികൃത ഭൂമി കയ്യേറ്റം തടയുക. 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 ഭൂമാഫിയ നീതി പാലിക്കുക. ഭൂമാഫിയ നീതി പാലിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. എന്താ പ്രശ്നം? എന്താടാ ഇത്? ആ ചാനലാരി പെണ്ണ് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഭൂമാഫിയന്റെ കാര്യം പറഞ്ഞു. ഇനി കുറച്ചു ദിവസം അതിൽ തൂങ്ങി നിൽക്കണം, ഇല്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷീണായി. ഇപ്പാവുമ്പോൾ അത്രയും പെട്ടെന്ന് നിൽക്കുക. രമേശൻ ഉണ്ടെങ്കിൽ എന്തിനെ പേടിക്കണേ? എന്നാണ് ആവുമ്പോൾ ചെയ്യിക്കുന്നത്? അവനാ മാധവ്, ഒരു മിനിറ്റ്. കോളനിയെ മുഴുവൻ നിങ്ങൾ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടല്ലോ അല്ലേ? ഡോക്യുമെന്റ്സുമായിട്ട് ഇനി വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങണം. കയ്യേറ്റമല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണം. ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയണേ? ഇതൊന്ന് മുറിക്കാൻ നോക്കാം അങ്ങനെയാണെങ്കിൽ. ഇനി ഇത് പള്ളി കമ്മിറ്റി നോക്കിക്കോളൂ. കുറച്ചു ദിവസം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൊമ്പ് പോയിട്ട് ഇല പോലും ആരും തൊടില്ല. This is Thomas Philip. നിങ്ങൾ എന്റെ ഫേമിന്റെ റെപ്യൂട്ടേഷൻ സ്പോയിൽ ചെയ്തു. ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഫയൽ ലോ സൂട്ട്സ് അഗൈൻസ്റ്റ് യു. നിങ്ങൾ സൂട്ടോ കോട്ടോ എന്ത് വേണമെങ്കിലും ഫയൽ ചെയ്തു. എനിക്കൊരു ചുക്കൂല്ല. സാർ 3 മാസത്തെ EMI പെൻഡിങ് ആണ്. ഇനിയൊരു അവധി പറയരുത്, ബോറാവും. നമുക്കേ ടോമിച്ചായനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? അത് വേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ.
എന്നാ ജയമോഹൻ സാറിനെ തന്നെ വിളിച്ചിട്ട് ഒരു റീ എൻട്രി. അറിയാലോ, ബാങ്കിൽ നിന്ന് ഇപ്പൊ തന്നെ കുറെ പ്രാവശ്യം വിളിച്ചു. ശമ്പളം കുറച്ച് കുറവാണെങ്കിലും സാരമില്ല, തൽക്കാലം മനുഷ്യൻ കുറച്ച് സ്വസ്ഥായിരിക്കട്ടെ. അന്ന, എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യാ, പറയൂ. ഇറ്റ്സ് ഓക്കെ.